ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫ്ലേവേഴ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗെന്നോ ഈവനിങ് റുട്ടീനെന്നോ എന്ത് വേണമെങ്കിലും പറയാവേ. രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് വന്നപ്പോൾ അവസ്ഥയാണ് ഈ കാണുന്നത്. നിറയെ പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നുണ്ടായിരുന്നു, അതുപോലെ മീൻ വെട്ടാനുണ്ടായിരുന്നു, ഇനി ഇത് കറി വെക്കണം, അങ്ങനെ കുറേ പണിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ച് നമുക്ക് ഒന്നേന്ന് തുടങ്ങാം, ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് സാവധാനം കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തേ. അപ്പോഴാണ് ഓർത്തത് ഓൾറെഡി ആ ട്രെയിൽ കഴുകിയ പാത്രങ്ങളൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്, ഉണങ്ങിയിട്ടുണ്ടാകും. അതൊക്കെ നമുക്ക് ആദ്യം അതൊക്കെ എടുത്ത് ഒന്ന് ഷെൽഫിലോട്ട് കയറ്റി വെച്ചെങ്കിൽ മാത്രമേ ഇപ്പോൾ കഴുകണ പാത്രങ്ങളൊക്കെ ആ ട്രെയിലോട്ട് കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തന്നെ കൈയൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ എടുത്ത് ഷെൽഫിലോട്ട് കയറ്റി വെച്ച് കേട്ടോ. അതുപോലെ തന്നെ ഗ്ലാസ്സുകളും എല്ലാം എടുത്ത് ഷെൽഫിലോട്ട് എടുത്ത് വെച്ചേ. ചെറിയ അടുക്കളയാണെങ്കിലും ഒരാൾക്ക് നിന്ന് പെരുമാറാനുള്ള സൗകര്യം ഉള്ളെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു അടുക്കള. ആദ്യം ഈ വീട് വന്ന് കണ്ടപ്പോഴേക്കും എനിക്ക് അടുക്കളയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതവരെ അതായത് ഈ അടുക്കള ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവർ എക്സ്ട്രാ എടുത്തതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മതിലാണ് ഈ കാണുന്നത്. മതിലിനോട് ചേർന്ന് പുതിയതായിട്ട് എടുത്ത ഒരു അടുക്കളയാണ് ഇത്. എങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നേ. ചെറുതാണെങ്കിലും നീളത്തിലാണെങ്കിലും അത്ര സൗകര്യക്കുറവൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ. അങ്ങനെ ഫുൾ പാത്രങ്ങളും കഴുകിയെടുത്ത് സ്റ്റൗവൊക്കെ ഒന്ന് നല്ല ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ മൊത്തം അടിച്ച് വാരി ചവറൊക്കെ കളഞ്ഞപ്പോഴേക്കും തന്നെ ഒരു സമാധാനം കേട്ടോ. ഇനി നമുക്ക് മീനൊക്കെ വെട്ടിയെടുക്കാം. ഇത് കൊഴുവയുടെ കൂട്ടത്തിൽ കുറച്ച് ചെമ്മീനും കൂടെ ഉണ്ട്. പിന്നെ ഈ ഒരു 2 പാത്രങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. ഈ ഒരു ചെറിയൊരു കുഞ്ഞ് ടിഫിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക. ഒരു കുഞ്ഞ് ബോക്സാണ്, എന്തോ 69 രൂപ 65 രൂപ അങ്ങോട്ടൊക്കെ ഉള്ളൂ. അതുപോലെ ഈ ബൗളിനും എന്തോ 65 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിനാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അവിടെയൊക്കെ മൊത്തം ക്ലീൻ ചെയ്തിട്ടപ്പോഴേക്കും ഒരു സമാധാനം കിട്ടി. ഇനി മീൻ വെട്ടാൻ നേരത്ത് ഇനി കഴുകാൻ വേണ്ട ഉപ്പ് ആദ്യം എടുത്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഉപ്പ് എടുക്കാൻ ഞാൻ ആരെങ്കിലും കിടന്ന് വിളിക്കേണ്ടി വരും. അങ്ങനെ ഒരു മീൻ എടുക്കാനായിട്ടൊരു പാത്രം എടുത്തപ്പോഴേക്കും അത് താഴത്തും പോയി. പിന്നെ ഞാൻ അതിലുണ്ടായിരുന്ന ചെമ്മീനൊക്കെ ഒന്ന് തിരിഞ്ഞ് മാറ്റി എടുത്തിട്ടുണ്ടേ. അധികം ഉണ്ടായില്ല, കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൊഴുവയാണ് ഉണ്ടായിരുന്നത്. കൊഴുവയെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ പോലെയാണ്, കാരണം അത് എത്ര കഴുകിയാലും അതിൻ്റെ ഉളുമ്പ് പോകാനായിട്ട് ഭയങ്കര പ്രയാസമുണ്ടാ. എന്നാലും വേഗം തന്നെ ഞാൻ ചെമ്മീനും ഉണ്ടായിരുന്നതൊക്കെ കിള്ളിയെടുത്ത് കൊഴുവയും നല്ല കത്രിക കൊണ്ട് സ്പീഡിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടോ. പിന്നെ നല്ലപോലെ ഉപ്പിട്ട് 2-3 തവണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നീറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ആ ചെമ്മീനാണെങ്കിലും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നാളത്തേക്ക് ഒന്നും പറഞ്ഞൊന്നും മാറ്റണില്ല, ഇപ്പം തന്നെ 2 അങ്ങോട്ട് കറി വെച്ചേക്കാം. കൊഴുവ് എന്തായാലും കുറച്ച് അധികം ഉണ്ട്, ഇത്രയും കൂടി കറി വെച്ച് ആരും കഴിക്കാൻ പോകുള്ളൂ. അതുകൊണ്ട് കുറച്ച് വറക്കാനായിട്ട് മാറ്റി വെക്കാവേ. കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി അതങ്ങോട്ട് പുരട്ടി മാറ്റി വെച്ചേ. പിന്നെ 2 തക്കാളി കിടക്കുന്നുണ്ടായിരുന്നു. ആ തക്കാളി എടുത്ത് ആ ചെമ്മീനും അതിലോട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് അങ്ങോട്ട് വേവിക്കാനായിട്ട് മാറ്റി വെച്ച് കേട്ടോ. അപ്പോൾ നോക്കണപ്പോഴേക്കും ഉള്ളിയും സവാളയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ആ കവറിൽ തന്നെ ഇരിക്കുന്നതാണ്. 2 സെപ്പറേറ്റാക്കി വെക്കണം. അപ്പോൾ ഞാൻ ആ കൊട്ടയൊക്കെ പോയി ഒന്ന് എടുത്തുകൊണ്ട് ഒന്ന് കഴുകി തുടച്ചെടുത്ത് ഉള്ളിയൊക്കെ അതിലേക്ക് കുടഞ്ഞിട്ട്, അതുപോലെ തന്നെ ആ കവറിൽ കുറച്ച് ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ മാറ്റി. അപ്പോഴേക്കും നമ്മുടെ ആൾ വന്ന് അലമ്പുണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അവനെ എടുത്ത് തോളത്ത് വെച്ച് ഞാനെല്ലാം സെപ്പറേറ്റാക്കി വെക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും പിന്നെ പുള്ളി ഇറങ്ങിപ്പോയി. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കണതാണ് കേട്ടോ. ഹെൽപ്പ് എന്നൊക്കെ പറയും, എന്നാലും അലമ്പായിരിക്കും ഉണ്ടാക്കണത്. പിന്നെ അങ്ങനെ എല്ലാം 2 കൊട്ടയിലൊക്കെ മാറ്റി കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ബാക്കി കൊട്ടയെ കൊണ്ടുപോയി വെച്ചിട്ടാണ്. അങ്ങനെ ഈ ഉള്ളിയൊക്കെ ഞാൻ പൊളിച്ചെടുക്കണ നേരം കൊണ്ട് അവൻ അവിടെ എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കുന്നുണ്ടായിരുന്നു. ഷെൽഫൊക്കെ തുറന്ന് കൊട്ടയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ പപ്പയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടത് കേട്ടോ. ആ സൗണ്ട് ഇവന് നല്ലതായിട്ട് അറിയാം. അത് കേൾക്കുമ്പോൾ തന്നെ ഓടും എടുത്ത്. അങ്ങനെ അവൻ ചെന്ന് പണിക്ക് പോയിട്ട് വന്ന പപ്പേനെ വിളിച്ചുകൊണ്ട് അടുക്കളയിലോട്ട് വന്ന്. പപ്പ വന്ന് വാ വേഗം വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്. പിന്നെ ഞങ്ങൾ പപ്പയ്ക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് പപ്പ ബജ്ജിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീണ്ടും അടുക്കളയിലോട്ട് വന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചേ. അപ്പോഴേക്കും ചെമ്മീനും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഈ 2 എന്തായാലും വെക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. 2 മഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും എല്ലാ സാധനം, പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കൊല്ലമുളക് എടുത്തിട്ടുണ്ടായി. പിന്നെ 2 സ്റ്റൗവും ഒരുപോലെ കത്തിച്ച് 2 കറി കൂടി ഒരേ ടൈമിൽ വെക്കാൻ വേണ്ടി തുടങ്ങിയ വേഗം പണി തീർക്കണമല്ലോ, അതുകൊണ്ടിട്ട് അങ്ങനെ 2 സ്റ്റൗവും കത്തിച്ച് 2 സ്റ്റൗവിലേക്കും
2 സ്റ്റൗവിലേക്കല്ല 2 ചട്ടിയിലേക്കും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് മീൻ കറിക്ക് വേണ്ടിയിട്ട് ഉലുവ പൊട്ടിക്കാൻ ഇട്ട് കൊടുത്ത് ഈ തക്കാളിക്ക് വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുത്ത് കേട്ടോ. ശരിക്കും ഇത് ചാറ് വെക്കുമ്പോൾ നേരെ തിരിച്ചാണ് ചെയ്യണത്. എല്ലാം അരപ്പൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കടുക് പൊട്ടിച്ച് ഒഴിക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് മടിയായിട്ട് ഞാൻ ഇങ്ങനെയായിട്ട് ചെയ്തത്. പിന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആദ്യം ഇട്ട് കൊടുത്ത് അങ്ങോട്ടേക്ക്. പിന്നെ ഉള്ളി രണ്ടിനും കുറേശ്ശെ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മീൻ കറിയിലോട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് കൊല്ലമുളക് ഇപ്പുറത്തെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് തന്നെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. രണ്ടും കരിഞ്ഞു പോകരുത്. രണ്ടും കൂടി ആക്കണ കാരണം ഒന്നിൽ മാത്രം ശ്രദ്ധയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കരിഞ്ഞു പോകും. സാധാരണ എനിക്ക് പറ്റാറുള്ള പറ്റാണത്. അങ്ങനെ ഉള്ളി 2 ചട്ടിയിലും ഉള്ളി നന്നായിട്ട് കിടന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ചട്ടിയിലും ഉള്ളിയിലേക്ക് ഇത്തിരിച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, ഒന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടും. പിന്നെ ഞാൻ തേങ്ങ കുറച്ച് ജീരകവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഇത്തിരി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നേരെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളം ഒഴിക്കട്ടെ. ഞാൻ എല്ലാവരും അങ്ങനെയല്ലേ, ഇവിടെ അമ്മ അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്. ജാറൊക്കെ കഴുകി അതിലെ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു തുള്ളി പോലും വേസ്റ്റാക്കില്ല. ഇങ്ങനെയൊക്കെ പഠിച്ച പണി 18 കൊടുത്തായിരിക്കും നമ്മൾ ഈ വീട്ടിലെ പണികളൊക്കെ ഒന്ന് കൂട്ടണത്. പക്ഷെ എന്തൊക്കെ ചെയ്തു കൊടുത്താലും കെട്ടിയന്മാർ വരുമ്പോൾ എന്താ ചോദിക്കണത്, ഇവിടെ 24 മണിക്കൂറും കിടപ്പല്ലേ? അങ്ങനത്തെ ചോദ്യങ്ങൾ ഞാനും കേൾക്കാറുണ്ട് കേട്ടോ. അവരുടെ വിചാരം നമ്മൾ ഫുൾ ടൈം ഇവിടെ കിടക്കണമെന്നാണ്. എന്താ അല്ലേ? എന്തൊക്കെ ചെയ്താലും നീ ഇവിടെ എന്താ ചെയ്യണേ അങ്ങനെയും ചോദിക്കും. ഇതൊക്കെ കേട്ട് മിണ്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ ചിരിക്കുക, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ഹോബി. അങ്ങനെ 2 കറിയും ഒരേ ടൈമിൽ ഞാൻ ശരിയായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ തേങ്ങ അരച്ചതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ തിളപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഈ തേങ്ങ അരച്ച ചെമ്മീനും തക്കാളിയും കൂടിയിട്ടുള്ള കറി റെഡിയാവുമേ. ഇവിടെ അങ്ങനെ ഒരുപാട് എന്താ പറയണ, ഇപ്പോൾ 2-3 ഗസ്റ്റൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഷടപടിയിൽ നിന്ന് ഉണ്ടാക്കണ കറിയാണ് കേട്ടോ ഇത്. 2 തക്കാളിയും ഇത്തിരി ചെമ്മീനും ഉണ്ടെങ്കിൽ നല്ലൊരു തേങ്ങ അരച്ച കറി റെഡി. നമ്മുടെയൊക്കെ വീട്ടുകളിൽ മിക്കവാറും ഉണ്ടാകുന്ന കറിയാണിത്. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ ചാനൽ ഒരിക്കലും ഗതി പിടിക്കില്ല. എൻ്റെ ചാനൽ നന്നാവില്ല, എൻ്റെ ചാനൽ വളരില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രാഗൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രാഗ് ധാരാളമെന്നൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ ചാനൽ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുകയോ ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഞാനിനി ശ്രമിക്കാതിരുന്നിട്ട് അങ്ങനെ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്, അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പം ഗ്രോത്ത് ഉണ്ടായില്ല എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു സങ്കടമില്ല. ഗ്രോത്ത് ഉണ്ടായ സന്തോഷം. ഇനി അഥവാ ഗ്രോത്ത് ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുവഴി ഞാൻ നന്നായില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഇപ്പം കുഞ്ഞിനെ ഇട്ടിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി എന്തായാലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നാളെ ഒരിക്കൽ ഞാൻ വളരുമോ അല്ലെങ്കിൽ തളരുമോ എന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വളർന്നില്ലെങ്കിലും ഞാൻ എന്തായാലും തളർന്നു പോകത്തില്ല. എന്താ പറയുക, എന്തായാലും പറയാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വളർന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കണത്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ 76 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, എന്തായാലും ഞാനിത് സ്റ്റോപ്പ് ചെയ്യത്തില്ല, മുമ്പോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് കൊണ്ടുവരാനൊന്നും എനിക്ക് പറ്റുമോ അറിയില്ല, എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി കേട്ടോ. മീൻകറിയും തേങ്ങ അരച്ച ചെമ്മീൻ കറിയും ഒക്കെ എല്ലാം ശരിയായി. അങ്ങനെ ഫുൾ എല്ലാ സ്ഥലമൊക്കെ ഒന്ന് തുടച്ച് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കിയൊക്കെ വെച്ച് കറിയുടെയൊക്കെ ഫൈനൽ സ്റ്റേജൊക്കെ ആയി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.